ഉണക്കിയിറച്ചി ഉണ്ടാക്കി പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ പിള്ളേര് ചോദിച്ചു തുടങ്ങി ഇതെന്താ എടുക്കാത്തേന്ന്. ഈ ആദ്യമായിട്ട് ഉണക്കിയിറച്ചി ചെയ്യുന്ന കാണുന്നതും ഉണ്ടാക്കുന്ന കാണുന്നവരാണെങ്കിൽ വിചാരിക്കും ഈ ഇതെന്താ കാണിക്കുന്നത്, ഇതൊക്കെ തിന്നാൻ കൊള്ളുമെന്ന്. ഒരു പ്രാവശ്യം തിന്നിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കിയിറച്ചി സാധാരണ കനലിലിട്ട് ചുട്ടെടുക്കുകയോ ചെയ്യാറ്, അടുപ്പിൽ കനലിലിട്ട്. അപ്പോൾ ഇവിടെ അന്നേരം കനലില്ലാതിരുന്നതുകൊണ്ട് ഞാൻ സ്റ്റൗവേൽ വെച്ചാണ് ചൂടാക്കിയത്. അങ്ങനെ ചെയ്തു വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ചുട്ടെടുത്തിട്ട് നമ്മൾ അമ്മിക്കല്ലയിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് ഇതേപോലെ പിച്ചിപ്പറിച്ച് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. കാണുമ്പോൾ തോന്നും ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ ഉണക്കമീൻ പോലെ ഉപ്പല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ കഴിക്കുള്ളൂ. എന്നിട്ട് ഒരു സവാള വഴറ്റി അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ഈ ഉണക്കിറച്ചി ഇട്ട് ഇളക്കിയെടുക്കുക. ഇതുപോലെ അല്ലാണ്ട് നമുക്ക് ഉള്ളിയും മുളകൊക്കെ ചതച്ച് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയായാലും ഉണക്കിറച്ചി എന്ന് പറഞ്ഞ സാധനം എന്നും എക്കാലത്തെ ഫേവറേറ്റ് ആണ്. പണ്ട് പറഞ്ഞ കൂട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണക്കിറച്ചി ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ബെല്ലടിക്കാൻ നോക്കിയിരിക്കും. അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ ഉണക്കിറച്ചി.